ഞാൻ ഇവിടെ ജോലിക്ക് വന്നത് ഞാൻ പറഞ്ഞില്ലേ ബാത്റൂമിലേക്കുള്ള ക്യൂവിൽ ഒരു 10ാം സ്ഥാനം കിട്ടണമെന്ന് രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണ്. 6 മാസം കൂടി ബാറ്റ ഷോറൂമില്ലേ, ബാറ്റ ഷോറൂമിൽ വലിയ പെട്ടിയുടെ കാർഡ്ബോർഡിൻ്റെ കഷ്ണം കിട്ടും. ഒരു 6 മാസം കൂടുമ്പോൾ ആ പെട്ടി മാറ്റും. അപ്പോൾ ആ സെയിൽസ്മാനോട് പറഞ്ഞു നോക്കും, നല്ലൊരു പെട്ടി ഉണ്ടെങ്കിൽ ചേട്ടാ ഒന്ന് തരണേ. ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ ഞാൻ ഓരോ വണ്ടി വാങ്ങിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞ പോലെ അന്ന് 6 മാസം കൂടുമ്പോൾ മാറ്റുന്നൊരു സാധനം കിടക്കാനുള്ള കാർഡ്ബോർഡ് കഷ്ണമാണ്. അതാണ് സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ നാട്ടിൽ ഒരു 5-6 മാസം കഴിക്കുമ്പോൾ നാട്ടിലേക്ക് പോകുമല്ലോ. നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ ഒരു കലുങ്കുണ്ട് പിള്ളേരൊക്കെ കൂടി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കൂട്ടുകാരന്മാർ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരന്മാർ അന്ന് പെണ്ണൻ കോളേജിൽ ഇവിടെയൊക്കെ പഠിക്കുന്നത്. 2 ഗേൾ ഫ്രണ്ട് ഉണ്ട് എനിക്ക്, മറ്റവന് ഇതുണ്ട്, എന്ത് നല്ല രസമുള്ള പെൺകുട്ടികളാണ് കോളേജിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും. കാരണം അന്നേരൊക്കെയാണ് ഈ ജീവിതത്തിൻ്റെ വിലയും കാര്യങ്ങളും പ്രണയം എല്ലാവരും മനസ്സിലുണ്ടാവുമല്ലോ. പഠിക്കണമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. അന്നേരം ഭയങ്കര ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, ഇവരൊക്കെ പഠിച്ച് വലിയ ആളാകുന്നു, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ. പണ്ട് സാറുമാരൊക്കെ പറയാറുണ്ട്, ആ പഠിക്കാത്തതിൻ്റെ വില നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ആ വിലയൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴാണ്